മാധ്യമപ്രവർത്തകർക്ക് നിർഭയരായി പ്രവർത്തിക്കാൻ കഴിയണമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. അധാർമികതയ്ക്കെതിരെ നിർഭയരായി പ്രവർത്തിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ തിരുവനന്തപുരത്ത് സുമംഗലി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ ഈ 9ാം സംസ്ഥാന സമ്മേളനം വാസ്തവത്തിൽ ചരിത്രത്തിലെ ഈ നാടിൻ്റെ ചരിത്രത്തിലെ നിർണായക പ്രാധാന്യമുള്ള ഒരു അഗ്നിമുഖത്താണ് നിൽക്കുന്നത്. നിങ്ങളിങ്ങനെ കാണുന്നത് എന്ത് സംഭവിക്കും ഇന്ന് നാളെ എന്ന് ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്ത വിധം അത്രയും ഉത്കണ്ഠാകുന്നതും ഭയങ്കരമായ സാഹചര്യമാണ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും സാംസ്കാരിക വകുപ്പിന്റെ ക്ഷേമനിധിയിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടുത്തണമെന്നും ആശംസാ പ്രസംഗത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്വം ക്ഷേമനിധിയുടെ കാര്യത്തിൽ സംസാരിക്കുന്നു. ഇതുവരെ പ്രാദേശിക പത്രപ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തി. കാരണം അവരെങ്ങനെ ജീവിക്കും? മുഖ്യധാര പത്രങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരാണ് പ്രാദേശിക പത്രപ്രവർത്തകർ പിടിച്ചു നിൽക്കുന്നത്. അവരൊരു ലോക്കൽ ഏരിയയിലുള്ള പ്രവർത്തനമായിരിക്കും, അല്ലെങ്കിൽ ഒരു ജില്ലയിലായിരിക്കും അവിടെ വലിയ വരുമാനമൊന്നും കിട്ടില്ല. എന്നാൽ പത്രലേഖകരാണെന്നുള്ള ബഹുമാനം കിട്ടും. കേരളത്തിന് വെളിയിലാണെങ്കിൽ പത്രലേഖനത്തിന് പത്രസമ്മേളനം നടത്തുന്നതിന് പൈസ ചായ പോലും വാങ്ങിക്കൊടുക്കില്ല. തമിഴ്നാട്ടിൽ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി തമിഴ്നാട് താഴ്ന്നു. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. എല്ലാവർക്കും ഓരോ കവർ കൊണ്ടപ്പോൾ ഇത് കഴിയുന്നു. അപ്പൊ ഞാൻ പാർട്ടിക്കാരെ ഇതെന്താണ് കവർ? സാറേ ഇവിടെ അങ്ങനെയാണ് വരുന്ന പത്രപ്രവർത്തകർക്ക് കവർ. ഹൈദരാബാദിൽ തന്നെ ഇവിടെ പക്ഷെ കേരളത്തിൽ അങ്ങനെ സമ്പ്രദായമില്ല. കാരണം അത് വാസ്തവത്തിൽ ന്യൂസിനെ സ്വാധീനിക്കുന്നുള്ളതുകൊണ്ടും ഒരു ഉയർന്ന ചിന്തയുള്ളതുകൊണ്ടുമാണ് കേരളത്തിൽ ആരും പ്രാക്ടീസ് ഇല്ല. അപ്പൊ കേരളത്തിലെ പത്രപ്രവർത്തകർ ചടങ്ങിൽ ജീവൻ TV MD സാജൻ വേളൂർ മുഖ്യാതിഥിയായി. 2 ദിവസമായി നടക്കുന്ന സമ്മേളനം നാളെ സമാപിക്കും. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.